തങ്ങൾക്ക് എന്തോ ഒരു കുറവുണ്ട്, അല്ലെങ്കിൽ തങ്ങൾക്ക് എന്തോ ഒരു പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് മറ്റുള്ളവരെ കാട്ടി നമുക്ക് എന്തൊക്കെയോ വീഴ്ചകളും കുറവുകളും ഉണ്ട് എന്നുള്ളൊരു ബോധം നമ്മളിലേക്ക് വരുമ്പോൾ ഒരു അപകർഷതാ ബോധമാവുകയും അതൊരു മാനസിക ആഘാതമായി മാറുകയും പലപ്പോഴും പല ആളുകളും എന്ത് ചെയ്യുന്നു, പിന്നീട് ഡിപ്രഷൻ ഉൾപ്പെടെയുള്ള സ്റ്റേജിലേക്ക് അത് സമൂഹത്തിലേക്ക് ഇറങ്ങാൻ ഭയപ്പെടുന്നു. എല്ലാവരുടെയുമാണ് ഈ ലോകമെന്ന് പറയുന്നത്. അവിടെ സൗന്ദര്യമുള്ളവനോ അല്ലെങ്കിൽ നമ്മുടെ സൗന്ദര്യ സങ്കല്പങ്ങളൊക്കെ പറയുന്നത് അത് ഓരോരുത്തരുടെയും നിർവചനങ്ങളാണ്. അതായത് നമ്മുടെ കുട്ടികൾക്ക് ചെറിയ ചെറിയ പോരായ്മകൾ ഉണ്ടെങ്കിൽ ആ പോരായ്മകളെ നമ്മൾ എന്ത് ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് അവരെ കഴിവാണ് എന്ത് ചെയ്യപ്പെടേണ്ടത്, പ്രൊജക്റ്റ് ചെയ്യപ്പെടേണ്ടത്. ഇവിടെ സൗന്ദര്യത്തിനെല്ലാം നോക്കുന്ന ആരുടെയാണ്? പാവപ്പെട്ട ഇതൊന്നുമല്ലാത്ത ആളുകളെ എന്ത് ചെയ്യുന്നു, പരസ്യമായി വിമർശിക്കുന്നു. കഴിവാണ് എന്ത് ചെയ്യേണ്ടത്, എന്തിനെ അടിസ്ഥാനമാകുന്നത്. നമസ്കാരം, എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ലോട്ടോക്സിലേക്ക് സ്വാഗതം. ലോട്ടോക്സിന്റെ പുതിയൊരു എപ്പിസോഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ബോഡി ഷേമിങ്ങിനെ കുറിച്ചും ഒപ്പം തന്നെ മാനസിക പീഡനങ്ങളെ കുറിച്ചുമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയേണ്ടതുണ്ട്. ഇന്ന് നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് അഡ്വക്കേറ്റ് വിഷ്ണു വിജയൻ സാറാണ്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്നും ചോദിച്ചറിയാം. നമസ്കാരം സാർ, സ്വാഗതം ലോട്ടോക്സിലേക്ക്. അപ്പോൾ ഇപ്പോൾ ചർച്ച വിഷയം എന്ന് പറയുന്നത് എവിടെ തിരിഞ്ഞാലും ബോഡി ഷേമിങ്ങും മാനസിക പീഡനം മാത്രമാണ്. ശരിക്കും പറഞ്ഞാൽ എന്താണ് ബോഡി ഷേമിംഗ് അല്ലെങ്കിൽ മാനസിക പീഡനം എന്ന് പറയുന്നത്? ബോഡി ഷേമിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു പൊതുസമൂഹത്തിൽ നമ്മുടെ ഒരു പൊതു ഇടങ്ങളിലേക്ക് ഇറങ്ങുന്ന ആളുകളെ നോക്കി ഈ പറയുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരാളെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന് എന്തൊരു വണ്ണമാണ്, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നത്, മരുന്ന് കഴിക്കാറില്ലയോ, അപ്പോൾ അദ്ദേഹത്തിന് മാനസിക ആഘാതം ഏർപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിനുണ്ടായ, അതായത് നമുക്കറിയാം നമ്മൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള രൂപവും അല്ലെങ്കിൽ അംഗഭംഗിയും ഒക്കെയാണ് നമ്മുടെ ഈ പറയുന്ന ഈ ലോകത്തുള്ള ജീവജാലങ്ങൾക്കെല്ലാം തന്നെ ഉള്ളത്. അപ്പോൾ സെയിം ആയി കഴിഞ്ഞാൽ പിന്നെ അതിന് യാതൊരു സൗന്ദര്യവും ഉണ്ടാകത്തില്ലല്ലോ. അപ്പോൾ അത്തരത്തിലൊരാൾക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ, നമ്മുടെ മാനസികമായിട്ടുള്ള ആഘാതം ഏൽക്കുന്ന രീതിയിൽ അയാളുടെ പ്രശ്നങ്ങൾ, അതായത് ഈ പറയുന്ന ഭൗതികമായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ശാരീരിക അംഗവൈകൃതങ്ങളൊക്കെ തന്നെ വിളിച്ചു പറയുന്നതാണ് യഥാർത്ഥത്തിൽ ബോഡി ഷേമിംഗ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് അതൊരു ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ്. കാരണം നമ്മൾ പോസിറ്റീവായിട്ടായിരിക്കാം നമ്മൾ പറയുന്നത്, പക്ഷേ പോസിറ്റീവായിട്ട് പറയുമ്പോൾ അതിനൊരു പോസിറ്റിവിറ്റി പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല, ഫീൽ ചെയ്യാറില്ല. അപ്പോൾ ഒരു പൊതുമണ്ഡലത്തിൽ നിൽക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്ലേസിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് പറയുമ്പോൾ തങ്ങൾക്ക് എന്തോ ഒരു കുറവുണ്ട്, അല്ലെങ്കിൽ തങ്ങൾക്ക് എന്തോ ഒരു പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് മറ്റുള്ളവരെ കാട്ടി നമുക്ക് എന്തൊക്കെയോ വീഴ്ചകളും കുറവുകളും ഉണ്ട് എന്നുള്ളൊരു ബോധം നമ്മളിലേക്ക് വരുമ്പോൾ ഒരു അപകർഷതാ ബോധമാവുകയും അതൊരു മാനസിക ആഘാതമായി മാറുകയും പലപ്പോഴും പല ആളുകളും എന്ത് ചെയ്യുന്നു, പിന്നീട് ഡിപ്രഷൻ ഉൾപ്പെടെയുള്ള സ്റ്റേജിലേക്ക് അത് സമൂഹത്തിലേക്ക് ഇറങ്ങാൻ ഭയപ്പെടുന്നു. അവർ വീടിനുള്ളിലേക്ക് തളയ്ക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു. കാരണം ജോലി സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ പൊതുവിടങ്ങളിലേക്ക് അവർ കടന്നു ചെല്ലുമ്പോൾ അവരെ മറ്റുള്ളവർ ഇങ്ങനെയാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീക്ഷണ കോണുകളിലൂടെയാണ് കാണുന്നത് എന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്യുന്നു, അതിൽ നിന്നെല്ലാം മാറി ഒറ്റ തിരിഞ്ഞ് ജീവിക്കേണ്ടവരാണ് എന്ന് സ്വയം വിധിയെഴുതപ്പെടുന്നു. അത് വളരെ തെറ്റായ കാര്യമാണ്. കാരണം ഇത് എല്ലാവരുടെയുമാണ് ഈ ലോകമെന്ന് പറയുന്നത്. അവിടെ സൗന്ദര്യമുള്ളവനോ അല്ലെങ്കിൽ നമ്മുടെ സൗന്ദര്യ സങ്കല്പങ്ങളൊക്കെ പറയുന്നത് അത് ഓരോരുത്തരുടെയും നിർവചനങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും ജീവിക്കാനുള്ള, എല്ലാ മനുഷ്യനും ജീവിക്കാൻ നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ ലോകത്ത് എന്തുണ്ട്, അവകാശമുണ്ട്. അപ്പോൾ അത് ഏതെങ്കിലും തരത്തിലുള്ള വിഭാഗത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഈ പറയുന്ന നമ്മുടെ മാനദണ്ഡം, അത് എന്ത് മാനദണ്ഡമാണ്, അങ്ങനെ ഒരു മാനദണ്ഡമില്ല. അപ്പോൾ നമുക്ക് സഹകരിക്കാൻ ഇപ്പോൾ ഒരാളോട് താല്പര്യക്കുറവുണ്ടെങ്കിൽ നിങ്ങൾ സഹകരിക്കണ്ട, ആരെങ്കിലും നിർബന്ധിച്ച് സഹകരിക്കണമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ഒരാളെ വിവാഹം കഴിക്കണമെങ്കിൽ അയാൾക്ക് താല്പര്യമില്ലെങ്കിൽ അയാൾ വിവാഹം കഴിക്കണ്ട, അല്ലെങ്കിൽ ഒരാളോട് കൂട്ടുകൂടണമെങ്കിൽ അയാൾക്ക് അയാളുടെ കൺസെപ്റ്റിലുള്ള ആളല്ലെങ്കിൽ അയാളോട് കൂട്ടുകൂടണ്ട. അതിനാരെയും നിർബന്ധിച്ച് ചെയ്യാനുള്ള അധികാരമില്ല. പക്ഷേ അയാൾ എൻ്റെ സങ്കല്പത്തിനൊത്ത ആളല്ലാത്തത് കൊണ്ട് ഇനിയുള്ള കാലമല്ല അയാൾ എന്ത് ചെയ്യരുത്, പുറത്തേക്ക് വരരുത്, അയാൾ ഏതെങ്കിലും ഇരുട്ടറയിൽ ഇരിക്കണമെന്ന് പറയാൻ നമുക്ക് എന്തില്ല, അവകാശമില്ല. ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചിലരെങ്കിലും അനുഭവിക്കുന്ന അല്ലെങ്കിൽ കടന്നു പോകുന്ന ഒരു കാര്യം തന്നെ ഈ ബോഡി ഷേമിങ്. അപ്പോൾ ഇവർക്ക് കേസ് കൊടുക്കുക അല്ലെങ്കിൽ ഈ ഒരു നിയമ നടപടിയിലേക്ക് എങ്ങനെയെല്ലാം പോകണമെന്ന് അറിയത്തില്ലാത്ത കുറേ പേരുണ്ടായിരിക്കും. അപ്പോൾ എങ്ങനെ നമ്മൾ ബോഡി ഷേമിങ് ചെയ്താൽ അല്ലെങ്കിൽ മാനസികമായിട്ട് പീഡിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഒരു നിയമ നടപടിയിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നത്? എസ്പെഷ്യലി അതിന് 3-4 തരത്തിലുള്ള ഇതിനെ കാണുന്നുണ്ട്. അതായത് ബോഡി ഷേമിങ് തന്നെ പലതരത്തിലുണ്ട്. അതായത് ഇപ്പോൾ വിവാഹശേഷം ഈ പറയുന്ന വിവാഹിതയാകുന്ന പെൺകുട്ടികളെ
ഈ പറയുന്ന വിവാഹം കഴിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ അയാളുടെ വീടുകളിലുള്ള ആളുകളോ ബോഡി ഷേമിങ്ങിന് വിധേയമാക്കുന്ന നിരവധി ഉദാഹരണങ്ങൾ ഇപ്പം വാർത്തകളൊക്കെ നമ്മുടെ നാട്ടിൽ പുറത്തു വരുന്നുണ്ട്. തീർച്ചയായിട്ടും അതെന്താണ്, ഒരു ഡൊമസ്റ്റിക് വയലേഷൻ്റെ ഭാഗമാണ്. അവർക്ക് സ്വാഭാവികമായിട്ടും അതിനെതിരെ പരാതിപ്പെടാം. അതിൽ അങ്ങനെ പരാതിപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും അതിന് വിധേയമാകുന്നവർക്കെല്ലാം എതിരെ എന്ത് ചെയ്യും, അവർക്കെതിരെ പ്രതി ചേർത്ത് കേസെടുക്കും. അതല്ല, പൊതുവിടത്തിലൂടെ പോകുന്ന ഒരു കുട്ടിയാണ് ഇത്തരത്തിൽ ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യാം, അവർക്കും പരാതിപ്പെടാം. അപ്പോൾ കൃത്യമായിട്ട്, അതായത് ചില ആളുകൾക്ക് എന്താണ് ഒരു രോഗം പോലെയാണ് എന്താണ് മറ്റുള്ളവരെ അവർക്ക് എന്തായാലും ഒരാളെ ഒന്ന് ഇളക്കാതെ എന്തില്ല, അവർക്ക് എന്തില്ല, സമാധാനമാകാത്ത കുറേ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അവർ വിചാരിക്കുന്നത് എന്താണ്, നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ നമ്മൾ നോക്കണം. അപ്പോൾ ഇങ്ങനെ വിധേയമാകുന്ന അല്ലെങ്കിൽ ഇരകളാക്കപ്പെടുന്ന ആളുകൾ ഇത്തരം കാര്യങ്ങളെ പരമാവധി അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം നമ്മുടെ നാട്ടിൽ എത്രയോ ഉന്നതന്മാരായിട്ടുള്ള ആളുകൾ അവരൊക്കെ ഉന്നത പദവിയിലെത്തിയത് സൗന്ദര്യം കൊണ്ടാണോ? നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് എത്രയോ ആളുകൾ അങ്ങനെ എന്തുണ്ട്, വലിയ വലിയ പദവികളിൽ ഇന്നും ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മുൻപ് ഇരുന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വലിയ ആരാധകരെ സൃഷ്ടിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ തന്നെ അവരുടെ കഴിവാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പുറത്ത് കാണിച്ചാണ് അവർ ആരാധന നേടിയിട്ടുള്ളത്. അല്ലാതെ അവരുടെ എന്താണ് ബാഹ്യമായിട്ടുള്ള ശരീരമോ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ മുഖത്തിൻ്റെയോ അല്ലെങ്കിൽ ഈ പറയുന്ന സൗന്ദര്യമോ ഒന്നും തന്നെ കാണിച്ചിട്ടല്ല. അവരുടെ കഴിവും അല്ലെങ്കിൽ അവരുടെ പ്രാപ്തിയും അവരുടെ സംഘാടക മികവുമാണ് അവരെ എന്ത് ചെയ്യുന്നത്, വലിയ പോസ്റ്റുകളിലേക്കും വലിയ ഇതിലേക്കൊക്കെ എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ അതുകൊണ്ട് ആ ഒരു ബോധം നമ്മുടെ എല്ലാവർക്കും എന്ത് ചെയ്യണം, ചെറിയ പ്രായം മുതലേ എന്ത് ചെയ്യണം, നമ്മുടെ കുട്ടികൾക്ക്, അതായത് നമ്മുടെ കുട്ടികൾക്ക് ചെറിയ ചെറിയ പോരായ്മകൾ ഉണ്ടെങ്കിൽ ആ പോരായ്മകളെ നമ്മൾ എന്ത് ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് അവരെ കഴിവാണ് എന്ത് ചെയ്യപ്പെടേണ്ടത്, പ്രൊജക്റ്റ് ചെയ്യപ്പെടേണ്ടത്. അങ്ങനെ കഴിവ് പ്രൊജക്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഇതൊക്കെ തന്നെ എന്ത് ചെയ്യപ്പെടും, താനേ ഇല്ലാതായി മാറും. കാര്യം കഴിവുള്ള ഉന്നത പദവിയിലുള്ള ആളുകളെ ഇങ്ങനെ വിധേയമാക്കുമോ? അപ്പോൾ അവരുടെ ആരുടെയും സൗന്ദര്യം നമ്മൾ നോക്കാറുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ അവരുടെ ഇപ്പോൾ എത്രയോ ക്രിക്കറ്റ് താരങ്ങൾ അല്ലെങ്കിൽ ഫുട്ബോൾ താരങ്ങൾ അല്ലെങ്കിൽ ആ സ്പോർട്സിലേക്ക് ഉന്നതരായിട്ടുള്ള കായിക താരങ്ങൾ, അവരുടെ സൗന്ദര്യം നമ്മൾ നോക്കാറുണ്ടോ? സിനിമാ താരങ്ങളായിട്ടുള്ള ആളുകളുടെ സൗന്ദര്യം നോക്കാറുണ്ടോ? അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരായിട്ടുള്ള ആളുകളുടെ സൗന്ദര്യം നോക്കാറുണ്ടോ? ഇല്ല. നമ്മുടെ ഭരണകർത്താക്കളായി വരുന്ന ആളുകളുടെ സൗന്ദര്യം നമ്മൾ നോക്കാറുണ്ടോ? ഇല്ല. ഇവിടെ സൗന്ദര്യത്തിനെല്ലാം നോക്കുന്ന ആരുടെയാണ്? പാവപ്പെട്ട ഇതൊന്നുമല്ലാത്ത ആളുകളെ എന്ത് ചെയ്യുന്നു, പരസ്യമായി വിമർശിക്കുന്നു. അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ ഏതെങ്കിലും ഒരു പദവിയിലിരിക്കുന്നവരെ ആരെങ്കിലും വിമർശിക്കുമോ, ഇങ്ങനെ നിങ്ങളുടെ സൗന്ദര്യം കൊള്ളത്തില്ല, അല്ലെങ്കിൽ നിങ്ങളെ എന്തില്ല, കാണാൻ കൊള്ളില്ല, അങ്ങനെ ആരെങ്കിലും പറയാറുണ്ട്? ഞങ്ങൾ കേട്ടിട്ടില്ല. പക്ഷേ എന്ത് ചെയ്യുന്നു, പാവപ്പെട്ടവരായിട്ടുള്ള ആളുകളെയും അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, കോളേജിൽ പഠിക്കുന്ന കുട്ടികളെയൊക്കെ തന്നെ വളരെ മോശമായ രീതിയിൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ ആധുനികമെന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒറ്റ ഒരു ക്ലാസ്സിലേക്കാണ്, അല്ലെങ്കിൽ ഇവിടെ ജെൻഡർ ഇക്വാലിറ്റി നടപ്പിലാക്കണമെന്നൊക്കെ ആവശ്യപ്പെടുന്ന ഒരു സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങളെ നോക്കിക്കണ്ട് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് വലിയ ഒരു ഫോക്കസ് ചെയ്തുകൊണ്ട് അവരെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തുന്നത് വളരെ വിഷമകരമായ ഒരു സാഹചര്യമാണ്. അത് പലപ്പോഴും എന്ത് ചെയ്യപ്പെടുന്നു, ചിലർ അറിയപ്പെടുന്നു, പുറത്തേക്ക് വരുന്നു, ചില കാര്യങ്ങൾ എന്ത് ചെയ്യപ്പെടുന്നില്ല, മൂടി വയ്ക്കപ്പെടുന്നു. അപ്പോൾ അതിലേക്ക് എന്ത് ചെയ്യുന്നു, അവർ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ അവർ പൊതു ഇടത്തിലൊക്കെ തന്നെ ഇത്തരം ഒരു മാനസികമായിട്ടുള്ള ആഘാതമേറ്റ ശേഷം അവരെന്ത് ചെയ്യുന്നു, ഈ ജീവിതത്തിൽ നിന്ന് തന്നെ എത്രയോ ആത്മഹത്യകളാണ് എന്ത് ചെയ്യുന്നത് ഇതുമൂലം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് വിവാഹ കേസുകളിലൊക്കെ തന്നെ നമ്മൾ പല ആളുകളെ എന്ത് ചെയ്യുന്നു, ബോഡി ഷേമിങ്ങിനും വിധേയമാകുമ്പോൾ അവരുടെ ആ മാനസിക ആഘാതം അവർക്ക് താങ്ങാൻ പറ്റാത്തതിനും അപ്പുറത്തേക്ക് എന്ത് ചെയ്യപ്പെടുന്നു, മാറുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ചെറുപ്പത്തിലെ പഠിപ്പിക്കുന്ന സമയത്ത്, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന സമയത്ത് ക്യൂൻ എന്ന് പറയുമ്പോൾ ഒരു സൗന്ദര്യമുള്ളൊരു സ്ത്രീയെ കാണിക്കുന്നു, രാജാവ് എന്ന് പറയുന്ന ഒരു സൗന്ദര്യമുള്ള പുരുഷനെ കാണിക്കുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് തൊട്ടെന്ന് പറയുന്നത് ഇപ്പോൾ കുട്ടികളുടെ മനസ്സിൽ പതിപ്പിച്ച് വെക്കുന്നത് സൗന്ദര്യമുള്ള ആൾക്കാർ മാത്രമാണ് രാജാവുള്ളൂ അല്ലെങ്കിൽ റാണി ആവുള്ളൂ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ ആ കോൺസെപ്റ്റിനെ കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത്? അല്ല, രാജാവിൻ്റെയും രാജ്ഞിയുടെയൊക്കെ ഇതൊക്കെ സാങ്കല്പികമായ കഥാപാത്രങ്ങളാണല്ലോ. അല്ലെങ്കിൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എത്രയോ രാജാക്കന്മാർ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ, നമ്മുടെ മഹാരഥന്മാരുടെയൊക്കെ പേരെഴുതി വെക്കുമ്പോൾ ആരാണ് അവരൊക്കെ നമ്മൾ പരിശോധിക്കും, ആരൊക്കെയാണ്. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഹിന്ദു മതത്തിലെ ആണെങ്കിലും എല്ലാ പുരാണങ്ങളും എഴുതിയ രത്നാകരൻ എന്ന് പറയുന്ന ആളാരായിരുന്നു? അയാൾ വാൽമീകിയായി മാറി പിന്നീട് അയാളാണ് എന്ത് ചെയ്തത്, ഒരു കാട്ടാളനായിട്ടുള്ള ഒരു വേഷധാരിയായിരുന്നു. അവിടെ മുതൽ ഇങ്ങോട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ എല്ലാ തരത്തിലും എന്താണ്, ദൈവങ്ങളൊക്കെ തന്നെ അത് അവരുടെ നെറേഷനാണല്ലോ. അപ്പോൾ ഈ പറയുന്ന ഇപ്പം നമ്മുടെ ദൈവങ്ങൾക്കൊക്കെ ഈ പറയുന്ന അല്ലെങ്കിൽ രാജാക്കന്മാർക്കൊക്കെ രൂപം കൊടുത്തതെന്ന് പറയുന്നത് ശില്പികളാണ്. അല്ലാതെ ആരും ഇവരാരെയും കണ്ടിട്ടില്ല. അന്നൊന്നും ഫോട്ടോഗ്രാഫികളൊന്നും ഇല്ലല്ലോ. അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്കും ആയിരക്കണക്കിന് നൂറ്റാണ്ടുകൾക്കുള്ള സംസ്കാരത്തിലൊക്കെ പെടുന്ന ആളുകളെ ഒന്നും തന്നെ ആരും കണ്ടിട്ടില്ല. ഇവർക്കൊക്കെ ഈ രൂപം കൊടുത്തത് ആരാണ്? ശില്പികളാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന കലാകാരന്മാരും ചിത്ര രചിക്കുന്നവരും ആളുകളൊക്കെയാണ്. അപ്പോൾ അവരുടെ സങ്കല്പമാണിത് എന്ന് കരുതിക്കൊണ്ട് അങ്ങനെയാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ മാത്രമേ ഈ നാട്ടിൽ ജീവിക്കാവൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇതൊക്കെ എന്ന് പറയുമ്പോൾ
ഒരു പാവപ്പെട്ട അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളെ എന്താണ് ഡിസ്ക്രിമിനേഷൻ ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ നേരത്തെ ആയിരുന്നെങ്കിൽ നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ ഭരണഘടനയൊക്കെ നിലവിൽ വരുന്നതിന് മുമ്പ് ജാതീയമായിട്ടുള്ള ഉച്ചനീചത്വങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അന്ന് കളറിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ചെയ്യുന്നത്, ആൾക്കാരെ ഡിസ്ക്രിമിനേഷൻ ചെയ്യുന്നത്. കാരണം സമൂഹത്തിൽ ഉന്നത ജാതി ഉള്ളവർക്കേ പഠിക്കാൻ സാധിക്കൂ, ഉന്നത ജാതി ഉള്ളവർക്ക് മാത്രമേ ചെയ്യാൻ കഴിയത്തുള്ളൂ, പൊതുവിടത്തിലൂടെ നയിക്കാൻ സാധിക്കത്തുള്ളൂ, ഉന്നത ജാതി ഉള്ളവർക്ക് മാത്രമേ അമ്പലങ്ങളിൽ ക്ഷേത്രങ്ങളിൽ പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ സ്കൂളുകളിലേക്ക് അല്ലെങ്കിൽ പള്ളിക്കൂടങ്ങളിൽ പോയാൽ ചെവിയിൽ ഒഴുക്കുമെന്നുണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാണ് നമ്മുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ നിന്ന് ചെയ്യുന്നു, നമ്മൾ ഒരുപാട് മാറി. അപ്പോൾ ഒരു പരിഷ്കൃത സമൂഹത്തിൽ എത്തി നിൽക്കുമ്പോഴും ഇന്നും അതിൻ്റെയൊക്കെ എന്തൊക്കെയോ ചെറിയ ജനിതകമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇന്നും ചെയ്യുകയാണ്, അവശേഷിപ്പുകൾ നിറയുകയാണ്. ആ അവശേഷിപ്പുകളെ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ചെയ്യണം, മുമ്പോട്ട് വരണം. അത് നമ്മൾ പറഞ്ഞാൽ പോരാ, നമ്മൾ ഇപ്പോൾ ഇതിനി ആര് വന്ന് ചെയ്യുമെന്നല്ല, നമ്മൾ ഓരോരുത്തർക്കും നമുക്കതിനുള്ള ബാധ്യതകളുണ്ട്. ഇപ്പോൾ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മാനസികമായിട്ടും അല്ലെങ്കിൽ ബോഡി ഷേമിങ് നേരിടുക എന്ന് പറയുന്നത് സൈബർ അറ്റാക്കുകളിലൂടെയാണ്. ഇപ്പോൾ ലോകത്തിന്റെ ഏത് കോണിലിരുന്നാലും ആ ഒരു മൊബൈൽ ഫോൺ നമുക്ക് നെറ്റും ഉണ്ടെങ്കിൽ എന്തും ചെയ്യാവുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഇത് പാലിക്കാനായിട്ട് ഒരുപാട് നിയമ നടപടികൾ ഉണ്ടെങ്കിലും അതൊന്നും പാലിക്കപ്പെടാറില്ല. അപ്പോൾ അതിനെക്കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത്? സൈബർ ഇടത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പലപ്പോഴും ഈ പറയുന്ന ചില ആളുകൾ ഒരു ചിത്രം പങ്കുവെക്കുമ്പോൾ അതിന് താഴെ കൂട്ടത്തോടു കൂടി പരിഹാസം നിറഞ്ഞ അല്ലെങ്കിൽ എന്തിന് കൊള്ളാം അല്ലെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന, സത്യത്തിൽ ഒരാളുടെ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റിനെയാണ് അവർ ചോദ്യം ചെയ്യുന്നത്. കാരണം എനിക്ക് എൻ്റെ പടം ഇടുന്നത് പോലെ തന്നെ ചെയ്യാം, നിങ്ങൾക്കും ഇടാം, മറ്റൊരാൾക്കും ഇടാം. അപ്പോൾ അതിൻ്റെ ആസ്വാദകർ, അത് ഇഷ്ടമുള്ളവർ ആസ്വദിച്ചാൽ മതി, ആരെയും നിർബന്ധിച്ച് ആസ്വദിപ്പിക്കുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിൽ, അതായത് ഈ മാർഗനിർദ്ദേശം എന്ന് പറയുന്നത് ആരാണ് ഇങ്ങനെ ഒരു മാർഗനിർദ്ദേശം ഉണ്ടാക്കാൻ ആരാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്? അല്ലെങ്കിൽ ഇന്ന ആളുകളാണ് കൊള്ളാവുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളെ മാത്രമേ ചെയ്യാൻ കഴിയത്തുള്ളൂ, സമൂഹം അംഗീകരിക്കത്തുള്ളൂ. എനിക്ക് ഈ ആൾക്കാരോട്, ഈ പരിപാടി കാണുന്ന ആൾക്കാരോടെല്ലാം പ്രേക്ഷകരോട് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ നോക്കണം, നമ്മുടെ ലോകത്തിൻ്റെ ലോക നേതാക്കന്മാരെയും അല്ലെങ്കിൽ ലോകത്തിൻ്റെ വിധി എഴുതിയ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ദിശ മാറ്റിയ നായകന്മാരായിട്ടുള്ള നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന, നമ്മളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരുപാട് സംഭാവനകൾ നൽകിയ മഹാരഥന്മാരെയൊക്കെ നോക്കുമ്പോൾ അവരെ ആരെയും ഈ പറയുന്ന സൗന്ദര്യം എന്ന് പറയുന്ന കൺസെപ്റ്റിലല്ല ചെയ്തിട്ടുള്ളത്, അംഗീകരിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ അവരെ ആരും ചെയ്യുന്നില്ല, അവരെ പിന്തുടരുന്നത് ആരും അവരുടെ സൗന്ദര്യത്തിൻ്റെ പേരിൽ അത്യപൂർവം ആൾക്കാർ മാത്രമേ ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഏതെങ്കിലും ഫാൻസ് അസോസിയേഷൻസ് കാണും. നമുക്കും പലപ്പോഴും സിനിമാ താരങ്ങളുടെയൊക്കെ സ്വാഭാവികമാണ്, ചിലപ്പോൾ ചില ആളുകൾ പക്ഷേ ആ സിനിമാ താരമായി ഇപ്പോഴവരെ നമ്മൾ സൗന്ദര്യത്തിൻ്റെ പേരിൽ ഫാൻസ് ആകുമ്പോഴും അവരെ സിനിമാ താരമാക്കിയതൊന്നും ഈ സൗന്ദര്യമല്ല, അവരുടെ കലയോടുള്ള കഴിവുകൊണ്ടാണ്, അവരുടെ അഭിനയത്തിൻ്റെ മികവ് കൊണ്ടാണ്. അതുകൊണ്ടാണ് അവരിന്ന് സൂപ്പർ സ്റ്റാറും മെഗാസ്റ്റാറും ഒക്കെ ആയി മാറിയത്. അപ്പോൾ പ്രാഥമികമായിട്ട് അവരുടെ ആദ്യ ചിത്രങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ, ആദ്യത്തെ സിനിമയൊക്കെ നോക്കുമ്പോൾ അവരുടെ അഭിനയ രീതിക്കാണ് ചെയ്തിട്ടുള്ളത് പ്രാധാന്യവും, അല്ലെങ്കിൽ അതാണ് അവരുടെ പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പിന്നീടാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് അവർ ഫാൻസായിട്ടോ അല്ലെങ്കിൽ അവരുടെ സൗന്ദര്യ സങ്കല്പമായിട്ടൊക്കെ ചെയ്തിട്ടുള്ളത്, മാറിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരിക്കലും ഒരു ബോഡി ഷെയ്മിങ് എന്ന് പറയുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിൽ ചേർന്നിട്ടുള്ള കാര്യമല്ല. അത് ഒറ്റപ്പെടുത്തേണ്ടതാണ്. അങ്ങനെ ചെയ്യുന്ന ആളുകളെ ചെയ്യണം, തക്കതായ ശിക്ഷയ്ക്ക് വിധേയമാക്കണം. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഈ പറയുന്ന ബോഡി ഷെയ്മിങ്ങിന് വിധേയമായി അകത്തളങ്ങളിൽ തളച്ചിട്ടുള്ള അല്ലെങ്കിൽ അസ്വസ്ഥം അല്ലെങ്കിൽ സാമൂഹികമായിട്ടും മാനസികമായിട്ടുള്ള ആഘാതമേറ്റവരെ ചേർത്ത് പിടിക്കാനുള്ള ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു നമ്മുടെ ഫേമസ് ആയ ഒരു സ്ത്രീയായിട്ട് ഒരു ചേച്ചിയായിട്ട് സംസാരിച്ചു. അപ്പോൾ ആ മാം നമ്മുടെ സമൂഹത്തിൽ ഒരു ഉന്നത സ്ഥലത്ത് നിൽക്കുന്ന ഒരാളാണ്, ഞാൻ പേര് മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ അവരുമായിട്ട് ഞാൻ ഇങ്ങനെ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കുറേ വന്നു കഴിഞ്ഞപ്പോൾ ആ ചേച്ചി പഠിച്ചിരുന്ന കാലത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇപ്പോഴും ഞാൻ പഠിച്ചിരുന്ന കാലത്തെ ആ ടീച്ചേഴ്സ്, ആ സ്കൂൾ എന്നെ അംഗീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കാരണം ചോദിച്ചു, അതെന്താണ് ചേച്ചി? അപ്പോൾ പറയാണ്, എനിക്ക് നിറമില്ല, ഞാൻ താഴ്ന്ന ജാതിയിൽപ്പെട്ടിരുന്ന ഒരാളായിരുന്നു, അതുകൊണ്ട് ഇപ്പോഴും അവർ ആ നാട്ടിൽ ചെന്നാൽ ആ സ്കൂളിലുള്ള ആൾക്കാരൊന്നും അവരെ അംഗീകരിക്കുന്നില്ല. അപ്പോൾ ഇത് 21ാമത്തെ നൂറ്റാണ്ടാണ്. ഈ നൂറ്റാണ്ടിലും ഇതുപോലത്തെ ചിന്താഗതിയായിട്ട് നിൽക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ അവരോട് സാറിന് എന്താ പറയാനുള്ളത്? അല്ല, അവരൊക്കെ ഈ ലോകത്ത്, അതായത് ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ നമ്മൾ ചെയ്യണം, അവരൊക്കെ നേരം എടുത്തിട്ടില്ലെന്ന് തന്നെ നമ്മൾ വേണ്ടി വരും. കാര്യം ഇതിപ്പോൾ നേരത്തെ നമ്മളൊരു സമൂഹം നന്നായിട്ടൊന്നും നമുക്ക് പറയാൻ കഴിയത്തില്ല. പക്ഷേ നമ്മൾ നോക്കേണ്ടതാണ്, നേരത്തെ നമ്മൾ കഴിവാണ് ചെയ്യേണ്ടത്, എന്തിന് അടിസ്ഥാനമാകുന്നത്.
അത് നമ്മൾ വെറുതെ ചാനൽ ഇവിടെ നിന്ന് ചർച്ച ചെയ്യപ്പെടുന്ന പറയുന്ന കാര്യമല്ല. നമ്മൾ നോക്കിക്കോ, എത്രയോ ആളുകൾ എന്താണ് കഴിവിൻ്റെ അടിസ്ഥാനത്തിലല്ലോ അവരെ ആളുകൾ അംഗീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ കോളേജിൽ അവരെ എത്ര നാൾ അവരെ അംഗീകരിക്കാതിരിക്കാൻ പറ്റും? ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന എഴുതിയ ഡോക്ടർ BR അംബേദ്കർ, അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ലായിരുന്നു? പഠിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു. അല്ലെങ്കിൽ അദ്ദേഹം ജനിച്ച വിഭാഗത്തെ അന്ന് എന്ത് ചെയ്യുന്നില്ല, സ്കൂളുകളിൽ എന്ത് ചെയ്യത്തില്ലായിരുന്നു, പ്രവേശിപ്പിക്കത്തില്ലായിരുന്നു. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു? അതിനോട് ഫൈറ്റ് ചെയ്തു. അയാൾ അതിനെതിരായിട്ട് എന്ത് ചെയ്തു? ശക്തമായിട്ട് അയാൾ എന്ത് ചെയ്തില്ല, അതിനോട് താരതമ്യപ്പെടുകയല്ല ചെയ്തത്. തങ്ങളെ മാറ്റി നിർത്തിയ ഇതിനെതിരായിട്ടുള്ള ഇനി ഒരാളെയും മാറ്റി നിർത്തപ്പെടാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിക്കുവാൻ അല്ലെങ്കിൽ ഒരു നിയമത്തെ സൃഷ്ടിക്കുവാനാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അദ്ദേഹം മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ എല്ലാവരും മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ തീരും. കഴിവിനെയാണ് എന്ത് ചെയ്യപ്പെടേണ്ടത്? അംഗീകരിക്കപ്പെടേണ്ടതും വിലയിരുത്തപ്പെടേണ്ടതും വിമർശിക്കപ്പെടേണ്ടതും, അല്ലാതെ എന്തല്ല, സൗന്ദര്യത്തെ അല്ല. ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കൊണ്ടുപോയിട്ട് ഒരു നവവധു മരിച്ച കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ആ ഒരു മരണത്തിൽ ഗാർഹിക പീഡനം, അതിൽ ബോഡി ഷേമിങ്, ആ കുട്ടിക്ക് ഇംഗ്ലീഷ് അറിയില്ല, അതുപോലെ തന്നെ കറുത്തിട്ടാണ്. അപ്പോൾ സ്വന്തം ഭർത്താവും അമ്മായിയമ്മയും കൂടിയിട്ടാണ് അവളെ, ആ ഒരു കുട്ടീനെ ആത്മഹത്യ എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് അവളെ കൊണ്ടുവത്തിച്ചത്. അപ്പോൾ ഈ അമ്മയും മകനും ഇത്രയും വലിയൊരു കാര്യം ചെയ്തു കഴിഞ്ഞപ്പോൾ അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു നിയമ നടപടി എന്തായിരിക്കും? തീർച്ചയായിട്ടും ആ കേസിൽ അവർക്കെതിരായിട്ട് എന്ത് ചെയ്യും? ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കും. അപ്പോൾ നമ്മുടെ രാജ്യത്തെ പുതിയ നിയമപ്രകാരം BNS നിലവിൽ വന്ന ശേഷം ആത്മഹത്യാ പ്രേരണ എന്ന് പറയുന്ന ഒരു സീരിയസ് ആയിട്ടുള്ള ഒഫൻസാണ്. കാരണം ഒരാൾ മരിക്കാൻ അല്ലെങ്കിൽ ആ പെൺകുട്ടി മരിക്കാനുണ്ടായ സാഹചര്യം ആരാണോ ക്രിയേറ്റ് ചെയ്തത് അവന് സ്വാഭാവികമായിട്ട് ഒരു കൊലപാതക കുറ്റം തന്നെയാണ് ഒരു പരിധി വരെ പറഞ്ഞാൽ. കാരണം ഒരാളും, അതായത് ഈ പറയുന്ന വിവാഹം കഴിക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു, അവർക്ക് ആ മറച്ചു വെച്ചല്ലല്ലോ വിവാഹം കഴിക്കാൻ കഴിയത്തില്ലല്ലോ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അദൃശ്യമായിട്ട് ഒരാളെ വിവാഹം കഴിക്കാൻ കഴിയത്തില്ലല്ലോ. സ്വാഭാവികമായിട്ടും ആ വിവാഹം കഴിച്ച സമയത്ത് തന്നെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിവാഹം കഴിക്കരുത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റിൻ്റെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു കാലഘട്ടം അതിക്രമിച്ചു. കാരണം ഈ നാട്ടിൽ ഒന്നും ആരെയും നിർബന്ധിച്ച് ചെയ്യുന്നില്ല. കാലം മാറി നിർബന്ധിച്ച് ആരെയും ഒന്നും ചെയ്യിക്കുന്നില്ല. അപ്പോൾ നമ്മൾ പക്ഷെ ചെയ്ത ശേഷം കാരണങ്ങൾ ഇങ്ങനെ കണ്ടെത്തുന്നത് എന്തല്ല, ശരിയല്ല. കാരണം എന്താണ്, ഒരാള് എന്താണ് അവർക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്താൽ മതി. ആർക്കും അവരെ എന്ത് ചെയ്യുന്നില്ല, ആരെയും നിർബന്ധിക്കുന്നില്ല. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യപ്പെട്ട ശേഷം, അല്ലെങ്കിൽ ഒരു കാര്യം വിവാഹം കഴിച്ച ശേഷം, അല്ലെങ്കിൽ ഒരു സൗഹൃദം പങ്കിട്ട ശേഷം എന്താണ്, അവർ ഇന്നതാണ്, അല്ലെങ്കിൽ അവർക്ക് ഇന്ന പ്രശ്നമുണ്ട്, അല്ലെ അവർക്ക് എന്താണ് പൊക്കം കുറവാണ്, അല്ലെങ്കിൽ വണ്ണം കൂടുതലാണ്, അല്ലെ അവർക്ക് മെലിഞ്ഞിരിക്കുകയാണ്, അവർക്ക് നിന്നെ എന്തിന് കാണാൻ കൊള്ളാം, അല്ലെ നിന്റെ പല്ല് എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്, നിന്റെ കണ്ണെന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്, നിന്റെ ചെവി എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്, അതൊക്കെ എന്തൊരു, നമുക്ക് എന്താണ്, നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ പോരെ, എന്തിനാണ് ഈ മറ്റുള്ള ഒരാളെ എന്ത് ചെയ്യുന്നത്? അപ്പോൾ അയാൾക്കിപ്പോൾ അങ്ങനെ ആയത് അയാളുടെ തെറ്റുകൊണ്ടല്ലല്ലോ. അപ്പോൾ നമ്മളെല്ലാവരും, അതായത് നമ്മുടെ ലോകത്തിരിക്കുന്ന എല്ലാ ആളുകൾക്കും എന്താണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള രൂപങ്ങളും അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ നമ്മളതിനെ എല്ലാവരെയും എന്താകേണ്ട ആവശ്യമില്ലല്ലോ, ഇങ്ങനെ ആക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കൺസെപ്റ്റിനോട് ഒരിക്കലും നമുക്ക് യോജിക്കാൻ കഴിയത്തില്ല. ഇപ്പോൾ ഈ ബോഡി ഷേമിങ്ങോ ഈ മാനസിക പീഡനം എന്ന് പറയുന്നത് ഒരു വകുപ്പിൻ്റെ കീഴിൽ തന്നെയാണോ വരുന്നത്? അത് രണ്ട് തരത്തിൽ, ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ ഉണ്ടാകുന്ന കുറ്റകൃത്യത്തിൻ്റെ അനുപാതം അനുസരിച്ചാണ് ഇതിൻ്റെ വകുപ്പുകൾ തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ കേവലം ഒരു പബ്ലിക് പ്ലേസിൽ ഒരു സംസാരം കൊണ്ടുള്ള ഒരു ഷേമിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു മാനസിക ആഘാതം പോലെ ആയിരിക്കത്തില്ല നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആത്മഹത്യ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് പോകുമ്പോഴുള്ളത്. അപ്പോൾ ഞാൻ പറയുന്നല്ലോ, നമ്മളെങ്ങനെയുള്ള ആളുകൾ ആത്മഹത്യ അല്ല അവരുടെ പരിഹാരം. അപ്പോൾ ഇങ്ങനെയൊക്കെ വിധേയമാകുന്നവരുടെ എല്ലാം ഇന്ന് പരിഹാരമായി മാറിയിരിക്കുന്നത് എന്തുവാ? ആത്മഹത്യ. അതല്ല, അവർ ഫൈറ്റ് ചെയ്യണം. അവരവരുടെ കേപ്പബിലിറ്റി, അവരുടെ ഒരു സ്റ്റെബിലിറ്റിയൊക്കെ സമൂഹത്തിലേക്ക് അവരെന്ത് ചെയ്യണം, ഇതിനൊരു വെല്ലുവിളിയായിട്ട് എന്ത് ചെയ്യണം, മുന്നോട്ട് വരണം, എടുക്കണം. നമ്മൾ നോക്കേണ്ടത് എന്താണ്, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രസിഡന്റ് അല്ലെങ്കിൽ ഈ പറയുന്ന ലോകത്തിലെ രാജ്യങ്ങളുടെയൊക്കെ തലവന്മാരൊക്കെ ഇരിക്കുന്നതൊക്കെ അവരൊക്കെ സൗന്ദര്യം നോക്കിയിട്ടാണോ ഇരിക്കുന്നത്? അല്ലെങ്കിൽ അവരുടെ ഏത് സൗന്ദര്യ പരിശോധനയിലൂടെയാണ് അവർ വന്നിട്ടുള്ളത്? അവരൊക്കെ വന്നിട്ടുള്ളത് എന്താണ്, അവരുടെ കഴിവിനാലാണ് വന്നിട്ടുള്ളത്. അല്ലെ ഉന്നതരായിട്ടുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ സംഭാവന നൽകിയ സയൻറ്റിസ്റ്റുകളായാലും അല്ലെങ്കിൽ ഉന്നതരായിട്ടുള്ള പദവികളിരിക്കുന്നവരെല്ലാവരും എന്താണ്, അവരുടെ കഴിവാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അല്ലാതെ അവരുടെ എന്തല്ല സൗന്ദര്യ സങ്കല്പങ്ങൾ വിഭിന്നമാണ്. ഓരോരുത്തർക്കും വിഭിന്നമായിട്ടുള്ള രൂപങ്ങളാണുള്ളത്, ഏകീകൃതമായിട്ടുള്ള രൂപമില്ല. അതുകൊണ്ട് തന്നെ അവരവരുടേതായ രീതിയിൽ ജീവിച്ചോട്ടെ. എല്ലാവർക്കും ജീവിക്കാനുള്ള നാടാണല്ലോ.
അവരെല്ലാവരും ജീവിക്കേണ്ട സന്തോഷത്തോടു കൂടി. ഇപ്പോൾ ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ അടക്കം ചർച്ച പ്രാധാന്യം അർഹിച്ച വിഷയം തന്നെയായിരുന്നു ബോബി ചെമ്മണ്ണൂരിൻ്റെത്. അപ്പോൾ ഒരു പ്രമുഖ നടിയാണ് അവർക്കെതിരെ പരാതി നൽകിയത്. അപ്പോൾ ഈ പരാതിയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം നടന്നിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് ഈ ഒരു പരാതി പോയിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ ഒരു പ്രാരംഭഘട്ടത്തിൽ അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ ഈ ഒരു കാര്യത്തിൽ ഈ ഒരു കേസ് കൊടുക്കാഞ്ഞിട്ട് ഇത്രയും ദീർഘിപ്പിച്ച് കൊണ്ടുപോയതിൻ്റെ കാരണം? അല്ല, വീണ്ടും 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 അയാൾ ഇങ്ങനെ സദസ്സുകളിലൊക്കെ തന്നെ അവരെ അപമാനിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടിക്ക് അവർ ഗസ്റ്റായിട്ട് വന്നു, പണം മേടിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും എന്താണ്, ഒരു കലാകാരി എന്ന നിലയിൽ, ഒരു അഭിനേത്രി എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടെ സമയത്തിന് വേണ്ടി വിലയുള്ള സമയമാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ആ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം അന്ന് അവിടെ വെച്ച് അദ്ദേഹം ഒരു വഷളത്തരം പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം എല്ലാ ചാനലുകളിലും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടേതായ ഈ ആഘാതം കൂടിക്കൂടി വന്നപ്പോൾ അവർ പരാതിപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ഉന്നതനായിട്ടുള്ള വ്യവസായി 5-6 ദിവസം ജയിലിലേക്ക് കിടക്കേണ്ടി വന്നു. അദ്ദേഹത്തിന് മാപ്പ് പറയേണ്ടതായിട്ട് വന്നു. ഇനി ഇത് ആവർത്തിക്കത്തില്ല എന്ന് പൊതുസമൂഹത്തോട് പറയേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, അവിടെ അന്ന് തന്നെ ആ നടി അവിടെ ഒരു കൃത്യമായ ഒരു രേഖപ്പെടുത്തൽ, നമ്മളെല്ലാവരും ഈ പറയുന്ന ഹണി റോസിൻ്റെ ആ വാക്കുകൾ കേരളത്തിൻ്റെ സമൂഹം എല്ലാവരും ഏറ്റെടുത്തൊരു വാക്കുകളാണ്. എന്താണ്, എനിക്ക് പണം എത്തിനാൽ നിങ്ങൾക്ക് പണം ഉണ്ടാകാം, പക്ഷേ എന്താണ്, എനിക്ക് ഈ നാട്ടിലെ നീതി വ്യവസ്ഥയോടാണ് വിശ്വാസം, അല്ലെ നീതി വ്യവസ്ഥയിലാണ് എൻ്റെ വിശ്വാസം ഇരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നീതി വ്യവസ്ഥ അതിനനുസരിച്ച് ഉയർന്നു, പോലീസിങ് അതിനനുസരിച്ച് ഉയർന്നു. എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഞാൻ എല്ലാത്തിനും അധീനതാണ്, എനിക്ക് ഈ നാട്ടിൽ എന്ത് വൃത്തികേടും ചെയ്യാം, എനിക്ക് ഈ നാട്ടിൽ ആരെയും അപമാനിക്കാം, എനിക്ക് ഈ നാട്ടിൽ എന്ത് തരത്തിലുള്ള പ്രവർത്തനങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞ് ഗർവോട് നിന്ന ആളിനെ നമ്മൾ പിന്നീട് ഇപ്പോൾ എന്താണ്, ഇന്നലെ അദ്ദേഹം വളരെ മാന്യമായിട്ട് സംസാരിക്കുന്നത് കേട്ടല്ലോ. അപ്പോൾ ഇനി അതൊരു പാഠമായി മാറട്ടെ. ഓക്കെ, ഇപ്പോൾ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ ആണെങ്കിലും ഒരു പൊതുസമൂഹത്തിൽ നിന്ന് പെരുമാറേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അപ്പോൾ അതിനെക്കുറിച്ച് എന്താ സാർ പറയുന്നത്? സമൂഹ മാധ്യമങ്ങളിൽ നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാൻ സാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ ആവിഷ്കാരങ്ങൾ പങ്കുവെക്കാൻ സാധിക്കും. പക്ഷേ മറ്റൊരാളെ ഹറാസ് ചെയ്യാനോ മറ്റൊരാളെ എന്താണ് ഇപ്പോൾ സൈബർ ബുള്ളിങ് പോലെയുള്ള കാര്യങ്ങൾക്ക് വിധേയമാക്കാനോ ഒന്നും ആർക്കും അധികാരമില്ല. കാരണം എന്താണ്, നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. പക്ഷേ ആ അഭിപ്രായങ്ങൾ എന്ന് പറയുമ്പോൾ മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറിയിട്ടുള്ള അഭിപ്രായമാവരുത്. കാരണം നമ്മുടെ അഭിപ്രായം എന്ന് പറയുന്നത് നമ്മളിൽ മാത്രം, അതായത് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന നമ്മുടെ അവകാശങ്ങൾ നമ്മൾ വിനിയോഗിക്കുമ്പോൾ അത് മറ്റൊരാളുടെ അവകാശത്തെ ഹനിക്കുന്ന ഒരു അവകാശം വിനിയോഗിക്കാൻ എനിക്കോ നിങ്ങൾക്കോ അധികാരമില്ല. ഇവിടെ പലപ്പോഴും സൈബർ ഇടത്തിൽ സംഭവിക്കുന്നത് എന്താണ്, ഒരാൾ എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ അവരുടെ അഭിപ്രായമായി വിടുക, അതിനെ നമുക്ക് അഭിപ്രായം എന്ന നിലയിൽ വിമർശിക്കാം. പക്ഷേ വ്യക്തിപരമായിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ എന്താണ് അവരുടെ സൗന്ദര്യം, അല്ലെങ്കിൽ അവരുടെ രൂപം, അവരുടെ ജാതി, അവരുടെ മതം, അവരുടെ തൊഴിൽ, ഇതിനെയൊക്കെ നോക്കി കൃത്യമായി മോണിറ്റർ ചെയ്തുകൊണ്ട് ഒരു സംഘടിതമായ രൂപത്തിലുള്ള വിമർശനങ്ങൾ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അതൊരു കുറ്റകൃത്യമായി മാറുന്നതും അതോടൊപ്പം തന്നെ എതിർക്കപ്പെടുന്നതും. അല്ലാതെ വിമർശിക്കുന്നതിന് ആർക്കും എന്തില്ല. കാര്യം സമൂഹ മാധ്യമത്തിൽ എന്താണ്, അപ്പോൾ സമൂഹ മാധ്യമം എന്ന് തന്നെ പറയുന്നത് എന്താണ്, സമൂഹത്തിൽ എല്ലാവരെയും കാണിക്കാനാണല്ലോ സമൂഹ മാധ്യമം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ പോസ്റ്റ് ഇടുമ്പോൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അവർ ഹൈഡ് ചെയ്തിടണം, അവർ മാത്രമായിട്ട് അപ്പോൾ പബ്ലിക്കിനെ കാണിക്കുന്ന ഒരു കാര്യത്തിൽ വിമർശിക്കാൻ, അതായത് അതിനെ അവരുടേതായ രീതിയിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ എല്ലാവർക്കും എന്തുണ്ട്, അധികാരമുണ്ട്. പക്ഷേ അഭിപ്രായങ്ങൾ എന്ന് പറയുന്നത് എന്തല്ല, മറ്റൊരാളുടെ അവകാശത്തിന് മേലുള്ള, അവരുടെ റൈറ്റിന് മേലുള്ള കടന്നുകയറ്റം ആവരുതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേര് ഇതുപോലെ മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു മോട്ടിവേഷൻ എന്ന രീതിയിൽ അവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സമൂഹത്തിലൂടെ എല്ലാം പറയാനുള്ളത്, കുട്ടികളോടായാലും എല്ലാവരോടും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃത്യമായി ഇതിനെ ഒരു വെല്ലുവിളിയാക്കി എടുക്കുക. അവർ വലിയൊരു പൊസിഷനിലേക്ക്, അവരുടെ കഴിവിലേക്ക് വന്നാൽ ഈ ആളുകളൊക്കെ അവരുടെ പുറകിലേക്ക് വരും. നമ്മുടെയൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്താണ്, തമിഴിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറാണ് രജനികാന്ത്. അപ്പോൾ രജനികാന്തിൻ്റെ തുടക്കം എന്തായിരുന്നു, ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ടാണ് രജനികാന്തിൻ്റെ തുടക്കം. ഇന്ന് രജനികാന്തിൻ്റെ ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ രൂപത്തിൻ്റെ അല്ലെങ്കിൽ അന്നത്തെ രൂപത്തിലാണോ അദ്ദേഹത്തെ ഇന്ന് കാണുന്നത്? അദ്ദേഹത്തെ ഒരു ജനസമൂഹം എല്ലാവരും എന്തായി, അവരുടെ ഒരു നായകനാക്കി മാറ്റിയിരിക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു മാതൃകാ പുരുഷനാക്കി മാറ്റിയിരിക്കുകയാണ്. അതുപോലെ തന്നെ കഴിവാണ് എന്ത് ചെയ്യപ്പെടുന്നത്, വിമർശിക്കപ്പെടുന്നതും, അല്ലെങ്കിൽ കഴിവാണ് വിലയിരുത്തപ്പെടുന്നതും. അപ്പോൾ ഇതൊക്കെ താൽക്കാലികമായിട്ടുള്ള കാര്യം മാത്രമാണ്. ഇത്തരക്കാരെ എന്ത് ചെയ്യുക, സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുക, ഇത്തരക്കാരെ എന്ത് ചെയ്യുക, പുറത്തു കൊണ്ടുവരിക. നമ്മൾ ഒരിക്കലും ഇതിൻ്റെ പേരിൽ ആത്മഹത്യ പോലുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകാതെ നമ്മൾ ഇതിനെ ഒരു വെല്ലുവിളിയായി സ്വീകരിച്ച് എന്ത് ചെയ്യുക, മുന്നോട്ട് പോകുക. അതാണ് ഏറ്റവും നല്ലത്.